ഈ ഗ്രാഫ്റ്റിംഗ് നമ്മൾ സാധാരണ ചെയ്യുന്നത് പ്ലാവ്, മാവ് എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുത്തു. ഗ്രാഫ്റ്റിംഗ് നമ്മൾ സാധാരണ സൈഡ് ഗ്രാഫ്റ്റിംഗ് ആണ് നമ്മൾ സാധാരണ ഇവിടെ ചെയ്യുന്നത്. അത് ചെയ്യുന്നത് പ്ലാവ്, മാവ്, സപ്പോട്ട തുടങ്ങിയ ഫലവൃക്ഷങ്ങളിലാണ്, ജാതി തുടങ്ങിയ ഫലവൃക്ഷങ്ങളിലാണ് സൈഡ് ഗ്രാഫ്റ്റിംഗ് രീതി നമ്മൾ അവലംബിക്കുന്നത്. സൈഡ് ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ വശം ചേർത്തൊട്ടിക്കൽ എന്ന് മലയാളത്തിൽ പറയും. വശം ചേർത്തൊട്ടിക്കൽ. വശം ചേർത്തൊട്ടിക്കൽ സൈഡ് ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് എന്നതിന് വേറൊരു പേരുമുണ്ട്. അത് പ്ലാവ്, മാവ്, സപ്പോട്ട, ജാതി തുടങ്ങിയ ഫലവൃക്ഷങ്ങളിലാണ് ഈ രീതി നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയും, വേര് പിടിപ്പിച്ച തൈ, നാടൻ തൈകൾ. ഈ ഗ്രാഫ്റ്റിങ്, ബഡ്ഡിങ്, ലെയറിങ് അല്ല, ഗ്രാഫ്റ്റിങ്ങിലും ബഡ്ഡിങ്ങിലും രണ്ട് സസ്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് റൂട്ട് സ്റ്റോക്കും മറ്റേതിന് സയോൺ എന്ന് പറയും. റൂട്ട് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഏത് ചെടിയിലാണോ നമ്മൾ ഒട്ടിച്ച് ചേർക്കാൻ പോകുന്നത് അതിനെ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയും. അതായത് നാടൻ തൈ ഉൽപ്പാദിപ്പിച്ചിട്ട് അതിലാണ് മാതൃവൃക്ഷത്തിൽ നിന്നും കമ്പ് ഒട്ടിച്ച് ചേർക്കുന്നത്. സയോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഏത് കമ്പാണോ ഒട്ടിച്ച് ചേർക്കുന്നത് അതിനാണ് സയോൺ എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇത് മാവിൻ്റെ ഒരു റൂട്ട് സ്റ്റോക്കാണ്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഈ മാവൊക്കെ പൊങ്ങി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ മാതൃവൃക്ഷമായിട്ട് സെലക്ട് ചെയ്യുന്ന ചെടികൾ ഇതുപോലെ താഴത്തേക്ക് കമ്പ് വലിച്ച് അത് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള സൗകര്യത്തിനാക്കി വെച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. ഒത്തിരി ഉയർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ കൊണ്ടുവച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമ്മൾ ഇതാണ് ഇതിനകത്ത് സയോൺ ഏതാ, റൂസ്റ്റോക്ക് ഏതാ? ഇതെന്തുവാണ്? ഇത് റൂസ്റ്റോക്ക്, വേര് പിടിപ്പിച്ച തൈ. ഈ തൈയിലേക്ക് നമ്മൾ സയോൺ ഒട്ടിക്കുക. അപ്പം അത് നമ്മൾ ചെയ്യുമ്പോൾ ഈ തൈയുടെ അതേ വണ്ണത്തിലുള്ള സയോൺ റൂസ്റ്റോക്ക് ഒരേ വണ്ണത്തിലുള്ളതായിരിക്കണം. ഒരു വർഷം പ്രായമായ മാവിൻ തൈകളാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. പ്ലാവിൻ്റെയൊക്കെ ഒരു 6 മാസം തൊട്ട് ഒരു വർഷത്തിനിടയ്ക്കുള്ള പീരീഡ്, അല്ലെങ്കിൽ ഒരു ഇത്രയെങ്കിലും വണ്ണം ഉള്ളതായിരിക്കണം. തീരെ ചെറുതാകുമ്പോൾ പൊതുവായി പറയുന്ന ഒരു വിരലിൻ്റെ വണ്ണം എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. നമ്മൾ ആദ്യമേ ഈ രണ്ടും റൂസ്റ്റോക്കും സയോണും കൂടി ഒന്ന് ചേർത്ത് പിടിച്ച് നോക്കണം, അടുപ്പിച്ച് നോക്കണം. അപ്പോൾ ഇതിന് ഇച്ചിരി വളവും പുളവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത് വരത്തില്ല. അടുപ്പിച്ചൊട്ടിക്കുന്ന ഇതിൻ്റെ മലയാളത്തിൽ നമ്മൾ പേര്. അത് നമ്മൾ അടുപ്പിച്ചിങ്ങനെ പിടിച്ചിട്ട് നല്ല മൂർച്ചയുള്ള കത്തിക്ക് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ ഒന്ന് ചെത്തണം. ഇതൊരു 2.5 സെൻറ്റിമീറ്ററോളം നീളത്തി ഉണ്ടോ, ഇതുപോലെ നന്നായിട്ട് നല്ല മൂർച്ചയുള്ള കത്തിക്ക് ചെത്തിയെടുക്കുക. ഉണ്ടോ? ഇങ്ങനെ ചെത്തിയെടുക്കുന്നതിൻ്റെ അതേ വലിപ്പത്തിൽ തന്നെ എതിർ സയോണും നമ്മൾ ചെത്തണം. ഇത് രണ്ടും കൂടി ചെത്തിക്കഴിഞ്ഞ് ഇത് കണ്ടോ, സയോൺ ചെത്തിയിരിക്കുന്നുണ്ടോ? ഇതുമണ്ണം ചെത്തിയിട്ട് ഇത് കണ്ടോ, നമ്മളിങ്ങനെ അടുപ്പിച്ച് നോക്കുമ്പോൾ ഒട്ടിയിരിക്കണം, നന്നായിട്ട് ചേർന്നുണ്ടാവും. ഇത് നമ്മൾ ഇത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു ചണത്തിൻ്റെ നൂലും കൊണ്ട് മുറുക്കി കെട്ടുവാനി. ഇങ്ങനെ നമ്മൾ കെട്ടുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും ഇതിൻ്റെ ഇടയിൽ മണ്ണൊന്നും പറ്റരുത്. ഇപ്പം നമുക്കൊരു മുറിവുണ്ടായ കഴുകി കെട്ടുമ്പോൾ മണ്ണൊക്കെ പറ്റിയാൽ എന്ത് പറ്റും? അതുപോലെ തന്നെ സംഭവിക്കും, ഇത് ഉണങ്ങിപ്പോവും. അപ്പോൾ നമ്മളിത് കെട്ടിയപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മറ്റേ അകലങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ മുറുക്കി കെട്ടുക. കണ്ടോ? അപ്പം നമ്മൾ ഈ റൂസ്റ്റോക്കയിലേക്ക് സയോൺ ഒട്ടിച്ചു. ഇനി ഇത് മഴക്കാലങ്ങളിലൊക്കെ വെള്ളം ഇറങ്ങാതെ നമ്മൾ മെഴുക് മുക്കിയ തുണിയായത്, സാധാരണ നമ്മുടെ കോട്ടൺ തുണിയിൽ മെഴുക് ഉരുക്കി നമ്മൾ മുക്കിയെടുത്ത തുണിയായത്. ഈ തുണി നമ്മൾ ചുറ്റി വെക്കും മഴക്കാലങ്ങളിലൊക്കെ. മണ്ണ് കൊണ്ടുവന്നോ? ആ, ഇതിങ്ങനെ നമ്മൾ ചുറ്റി വെക്കുമ്പോൾ ഇതിന് മഴ പെയ്താൽ
ഇതിനകത്തോട്ട് വെള്ളം ഇറങ്ങി മുറിവ് ഇതിനകത്ത് വെള്ളം ഇറങ്ങാതിരിക്കാനൊക്കെയാണ് നമ്മൾ ഇത് ചുറ്റി വെക്കുന്നത്. ഇനി നമ്മളിത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു 1.5 മാസം കഴിയുമ്പോൾ ഇനി ഇന്ന് തൊട്ട് തന്നെ ഇതിൻ്റെ മുറിവുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. നമ്മുടെയൊക്കെ കൈകളൊക്കെ മുറിഞ്ഞിട്ട് ഒട്ടുന്ന പോലെ തന്നെ. അപ്പോൾ ഇത് രണ്ടും ഒരേ കുടുംബത്തിൽപ്പെട്ടതാണ്. മാവും അല്ലേ, ഒറ്റ കുടുംബത്തിൽപ്പെട്ട സസ്യങ്ങളായതുകൊണ്ട് ഇതിൻ്റെ മുറിവുകൾ തമ്മിൽ ചേരാൻ ഇവർക്ക് തമ്മിൽ അറിയത്തില്ല. അതുകൊണ്ട് ഇവർ തമ്മിൽ ഒട്ടിപ്പിടിച്ചോളും. ഒരു 1.5 മാസം കഴിയുമ്പോൾ നമ്മളതിൻ്റെ നേരെ ഒടിഞ്ഞ് താഴെ ഒരു വി ആകൃതിയിൽ ഇതിൻ്റെ ഒരു 1/3 ഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്യും. എന്തിനാണ് കട്ട് ചെയ്യുന്നത്? അതായത് ഇവിടുന്ന് ഇത് മുറിച്ച് മാറ്റിയെങ്കിലല്ലേ നമുക്ക് നല്ല തൈ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം ഒരു 1.5 മാസം കഴിയുമ്പോൾ ഇത് ഇവിടെ ഒരു 3% പിടിക്കും, ഒട്ടും. അന്നേരം നമ്മൾ ഇവിടെ ഒരു 3% നമ്മൾ മുറിച്ച് കളയും. പിന്നെ ഒരു 10-20 ദിവസം കൂടി കഴിയുമ്പോഴത്തേനും, ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേനും പിന്നെ അത്രയും ഭാഗം കൂടി 1/2 ഭാഗം പിന്നെ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളയും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തല മുറിച്ച് റൂസ്റ്റോക്കിൻ്റെ മുകൾ മുറിച്ച് കളയും. കാരണം റൂസ്റ്റോക്ക് വളർന്നു പോകരുത്, പകരം ഇത് വേണം വളരാൻ. അപ്പം പിന്നെ 90-ാമത്തെ ദിവസം, അതായത് 3 മാസങ്ങൾക്ക് ശേഷം, മിനിമം 3 മാസം നമ്മൾ ഉദ്ദേശിക്കുന്നത്, മൊത്തം ഇവിടെ നിന്ന് മുറിച്ചെടുത്തിട്ട് നമുക്കിത് മറ്റേ ഗ്രീൻ ഹൗസിലേക്കൊക്കെ മാറ്റണം. കാരണം അന്നേരം തന്നെ മുറിച്ച് കൊണ്ട് വെയിലത്തൊക്കെ വെച്ചാൽ വാടി പോകുന്ന കാരണം നമ്മളിതിനെ ഒരു കുറച്ച് സംരക്ഷണത്തിനൊക്കെ വേണ്ടി തണലുള്ള ഗ്രീൻ ഹൗസിൽ കൊണ്ടു വെക്കണം. വെച്ചാൽ അതിന് ചെറിയ കേടും ഒക്കെ പോയി ഇത് പിടിച്ചു കഴിയുമ്പോഴത്തേനും നമുക്ക് എന്താ കിട്ടുന്നത്? ഗ്രാഫ്റ്റ് ചെയ്ത തൈ നമുക്ക് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഈ അടുപ്പിച്ചൊട്ടിക്കുന്ന ഗ്രാഫ്റ്റിങ്ങിൻ്റെ സുഖം ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ അടുപ്പിച്ചൊട്ടിച്ച് ഗ്രാഫ്റ്റിംഗ് ഉണ്ടാക്കണത് എന്തിനാ? നമ്മൾ ഈ മാന്തയുടെ അതേ ഗുണമുള്ള ഇതിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു മാങ്ങയാണ്. ഇതിൻ്റെ തന്നെ നമുക്കൊരു മാമ്പഴം വേണമെങ്കിൽ ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. ഇതിൻ്റെ അണ്ടി ഇട്ട് കിളിപ്പിക്കുവാണെങ്കിൽ അത് തന്നെ കിട്ടണമെന്നില്ല. നമ്മുടെ വീട്ടിലെ കപ്പളങ്ങാപ്പഴം നമ്മളെ അതിന് തന്നെ കായിട്ട് കിളിപ്പിച്ചാൽ അതുപോലെ ഉണ്ടാകില്ല. അത് പരാഗണം നടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കുവാണെങ്കിൽ ഇതിൻ്റെ അതേ തനിമ ഗുണങ്ങളുള്ള അത്യുൽപാദന ശേഷിയുള്ള വെറൈറ്റികൾ തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഗ്രാഫ്റ്റ് ബെഡിങ് മുതലായ രീതിയിൽ ഇവിടെ നമ്മളിതിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലായോ? ഇനി അപ്പോൾ ഇത് ഗ്രാഫ്റ്റിങ് അടുപ്പിച്ചൊട്ടിക്കൽ കേട്ടോ. ഇതുപോലെ സാർ പറഞ്ഞതുപോലെ നമ്മൾക്ക് പ്ലാവ് ചെയ്യാം. സാധാരണ ചെയ്യുന്ന പ്ലാവും മാവുമാണ് നമ്മുടെ നാട്ടിൽ ചെയ്യാറുള്ളത്. ഇത് നമ്മളങ്ങനെ ചെയ്തിട്ട് പോയ ഒരു തയ്യാണ് കണ്ടോ, ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരുന്നതാണ്. പിന്നെ മേളിലേക്കുള്ള ഭാഗം പോയതുകൊണ്ട് നമ്മൾ ഇത് റൂസ്റ്റൊക്കെ നിന്ന് മറ്റേ ഒടിഞ്ഞു പോയി. അത് കാരണം നമുക്കിത് പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. ഇതുമ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്ത് കെട്ടിയിരിക്കുന്നത് നമ്മൾ. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന തന്നെ ഇതുപോലെ ഒരു കവറിനകത്ത് ഇങ്ങനെ ഒരു ക്ലിപ്പ് ഒരു മാങ്ങാണ്ടി ഇടുക. അതിന് ഈ വണ്ണമൊക്കെ ആയാലും നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ഈ കമ്പ ചെയ്യണമെങ്കിൽ ഈ വണ്ണം മതി കണ്ടോ. അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടിനും റൂസ്റ്റോക്കിനും സയോണിനും ഒരേ വണ്ണമാണ്. പിന്നെ വേറൊരു മെത്തേഡ് നമുക്കുണ്ട്. ഈ റൂസ്റ്റോക്ക് ഇതുപോലെ തന്നെ നമ്മൾ റൂസ്റ്റോക്ക് ഉണ്ടാക്കി എടുക്കുക. ആ റൂസ്റ്റോക്കിൽ ഇതും വണ്ണം നമ്മൾ അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ കൂമ്പ് കുത്തി ഇറക്കി ആപ്പ് പോലെ അത് പഠിപ്പിച്ചിട്ടുണ്ടോ സാറ്? അങ്ങനെ നമ്മൾ ചെയ്യുകയെന്ന് പറഞ്ഞാൽ എപ്പിക്കോട്ടൈൽ ഗ്രാഫ്റ്റിങ്, വെഡ്ജ് ഗ്രാഫ്റ്റിങ് എന്നൊക്കെ പറയും. അപ്പം നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ പ്രോജനി ഇതാ പ്രോജനി ഓർച്ചാണ് നമ്മുടെ. എന്താ ഈ പ്രോജനി എന്ന് പറഞ്ഞാൽ ഇത് വളർത്തി വിടാതെ സാറ് പറഞ്ഞ പോലെ മേളിലേക്ക് പോയാൽ നമുക്ക് ഇത് കൊണ്ട് പടർത്തിയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് പ്രോജനിയാക്കി നമ്മളിതിനെ പടർത്തിയിട്ടിരിക്കുക. അങ്ങനെയുള്ളിടത്ത് വന്നിട്ട് ഇതും വണ്ണം നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കമ്പുകൾ ഇതുപോലെ ഇതിൻ്റെ ഈ ലീഫ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നിർത്തണം. ലീഫ് കട്ട് ചെയ്ത് നിർത്തുമ്പോഴത്തേനും ഒരു 5-6 ദിവസം കഴിയുമ്പോഴത്തേനും ഇതുകൊണ്ട് ഇല പൊഴിഞ്ഞു പോകും. ഇങ്ങനെ പൊഴിഞ്ഞു പോയിട്ട് ഇവിടുന്ന് ഈ മുകളെ ഇങ്ങനെ തന്നെ നിൽക്കുന്ന സമയത്ത് നമ്മളതിനെ കട്ട് ചെയ്തുകൊണ്ട് നേരെ നമ്മുടെ നഴ്സറിയിലേക്ക് വരിക. ഇതിപ്പം നമ്മൾ പ്രോജനിയിൽ നിന്ന് വന്ന് സാധനം എടുത്തുകൊണ്ട് വരുവാണ്. അപ്പോൾ ഇത് നമ്മൾ നേരെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇരിക്കുന്ന മാന്തൈ അതിൻ്റെ മുകൾ മുറിക്കുക. ഇതിപ്പം വളർന്നു പോയതാട്ടോ. ഇതിൻ്റെ മേപ്പോട്ട് നിങ്ങൾ കൂട്ടിച്ചാൽ ചെറിയ മാന്തൈ നമ്മുടെ ഇരിക്കുന്നത് എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ അതിന് നേരെ മുകളിൽ നമ്മൾ ഇത് മണ്ണം വട്ടത്തിൽ മുറിക്കണം. കൂമ്പ് നേരെ വട്ടത്തിൽ മുറിക്കണം. വട്ടത്തിൽ മുറിച്ചിട്ട് കണ്ട അതിൻ്റെയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിൻ്റെ രണ്ടിനും ഒരേപോലെയുള്ള വണ്ണമായിരിക്കണം. മനസ്സിലായോ? എന്നിട്ട് നമ്മൾ ഇത് ആപ്പ് മാതിരി ചെത്തുക. ഒരു 1.5 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്ററോളം വി ആകൃതിയിൽ ആപ്പ് മാതിരി ചെത്തിയെടുക്കുക. കണ്ടോ? ഇങ്ങനെ നമ്മൾ ചെത്തി എടുത്തു കഴിഞ്ഞ് ഇതിൻ്റെ സെൻറ്റർ കൃത്യം സെൻറ്റർ നമ്മൾ പൊളക്കണം. കൈപ്പോട്ട് നേരെ കണ്ടോ? ഇങ്ങനെ പൊളന്നെടുത്തതിന് ശേഷം നമ്മുടെ ഈ ആപ്പ് ഇതിനകത്തോട്ട് ഇറക്കി വെക്കുവാണ്. ആപ്പ് ഇറക്കി വെച്ചിട്ട് ഇത് കണ്ടോ,
ഇത് നമ്മൾ പ്ലാസ്റ്റിക് ടേപ്പ് ഇട്ട് ടൈറ്റ് ചെയ്ത് കെട്ടുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടേ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ സിപ്പൊക്കെ കഴിക്കുന്ന പ്ലാസ്റ്റിക് കൂടില്ലേ, ആ പ്ലാസ്റ്റിക് കൂടിൻ്റെ ഒരു തൊപ്പി ഇതിന് മുകളിലിടണം. ഇത് വെയിലിൽ നിന്നൊക്കെ സംരക്ഷണം കിട്ടാനായിട്ട് അതിനെ കവർ ചെയ്ത്. അപ്പോൾ ഒരു 15 ദിവസം കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ മുളകൾ മുകളിലേക്ക് തള്ളി വരും. ഈ മുള തള്ളി വരുമ്പോൾ ആ കൂടെടുത്ത് കളയുക. കൂടെടുത്ത് കളഞ്ഞ് നമ്മുടെ നഴ്സറി തന്നെ നമ്മൾ ഇതിനെ വെക്കുന്നു. ഇതുപോലെ തന്നെ അടുത്ത കൂമ്പ് നന്നായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്കൊണ്ട് നടീൽ വസ്തുവായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ 2 സംഭവത്തിൽ ഇപ്പം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തില്ലേ, ഈ രണ്ടിൻ്റെ പേരെന്നാ? സൈഡ് ഗ്രാഫ്റ്റിങ്ങും ഇതിൻ്റെ പ്രയോജനം എന്നതാ? ഇത് നമുക്ക് ആദ്യം നമ്മൾ ചെയ്ത സൈഡ് ഗ്രാഫ്റ്റിങ് പ്രോജനിക്കകത്ത് കൊണ്ട വെച്ച് ചെയ്യണം. ഇത് കമ്പയിലൂടെ നമ്മുടെ പറമ്പിൽ വന്നിരുന്ന് ചെയ്യുമല്ലേ ഇത് നമുക്ക് നഴ്സറി നമ്മൾ അടുക്കി വെച്ചിരിക്കുന്ന തൈകളിലേക്ക് സയോൺ മുറിച്ച് കൊണ്ടുപോയി ചെയ്യുക. ഇപ്പം നമ്മൾ ഒരു നഴ്സറിക്കകത്ത് വെച്ചിരിക്കുന്ന തൈയിലേക്ക് സയോൺ മുറിച്ചുകൊണ്ട് പോയി ചെയ്യുക. സൈഡ് ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ റൂട്ട് സ്റ്റോക്ക് കൊണ്ട് സയോണിൻ്റെ എടുക്കുക കൊണ്ട വെച്ച് ചെയ്യണം. അപ്പം എളുപ്പ രീതിയിലുള്ള മാർഗം എന്ന് പറയുന്നത് എപ്പിക്കോട്ടൽ ഗ്രാഫ്റ്റിംഗ് നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? പിടിക്കാൻ സാധ്യത കൂടുതൽ 2% കിട്ടും. 80-90% നമുക്ക് ഇത് പിടിക്കും, ഈ 2 സൈസ്.